എത്രയേ ഉള്ളൂ. അള്ളാഹ് എന്ന ചിന്തക്കപ്പുറത്ത് ഇവർക്കൊന്നും വരാനില്ല. അതാണ് അതിന്റെ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. പിടിച്ചു, തൊട്ടു, തടവി. യഥാർത്ഥത്തിൽ ഈ പ്രയോഗമൊന്നും ആ പണ്ഡിതൻ പ്രസംഗിക്കേണ്ടിയില്ലായിരുന്നു. തൊട്ടു, തടവി, തടഞ്ഞു, അതൊന്നും പറയേണ്ടിയില്ലായിരുന്നു. കാരണം പേരോടിന്റെ കേസറ്റ് അപ്പുറത്ത് വെക്കുമ്പോ ഇപ്പുറത്ത് നമ്മുടെ ആളുകൾക്കും ഇങ്ങനെ ഒരു കഥ വേണം പറയാൻ. അല്ലാതെ എന്ത് പറയാനാണ്? ഷാഫി സഖാഫി മുണ്ടമ്പ്ര നല്ല പ്രസംഗം. പറയാവുന്നതും പറയരുതാത്തതുമായ പല കാര്യങ്ങളും ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ ഈ പ്രസംഗത്തിലുണ്ട്. യഥാർത്ഥത്തിൽ തസവ്വുഫിന്റെ മഹാന്മാരുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ഇപ്പോൾ പേരോട് വിമർശിക്കുന്ന രീതിയിൽ പറയാൻ ഒരുമ്പെട്ടാൽ ഈ പ്രസംഗത്തെ മുഴുവൻ വിമർശിക്കേണ്ടി വരില്ലേ? നരകത്തെ അണക്കാനും സ്വർഗത്തെ കത്തിച്ചു കളയാനും റാബിയത്തുൽ അദവിയ പോയി ഇത് ശരീഅത്ത് വിരുദ്ധല്ലേ, അല്ലാഹു തആല സ്ഥാപിച്ച നരകത്തെയും സ്വർഗത്തെയും ഇല്ലാതെയാക്കാനാണോ ഔലിയാക്കന്മാര് മെനക്കെടുന്നത്? ഇതൊക്കെ കേട്ടാൽ സലഫികൾ പേരോടിനോട് പലതും ചോദിക്കും. അതുകൊണ്ട് ഇപ്പൊ പേരോടിന്റെ പരിപാടി എന്താണ്? അവര് ചോദിക്കാൻ ഇടവരുന്ന എന്തൊക്കെ വാക്ക് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഹഖിന്റെ അഹ്ലുകാര്, അതൊക്കെ വിമർശിക്കാൻ, നിഷേധിക്കുക, എതിർക്കുക. ഇങ്ങനെ പോയാൽ എല്ലാം എതിർക്കേണ്ടി വരും. എന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ അതിന് മറുപടി പറയില്ല. എന്തുകൊണ്ട്? അത്തരമൊരു കാര്യത്തെ വിശദീകരിച്ച് തസവ്വുഫിന്റെ ഇൽമിനെ ഉൾക്കൊള്ളാത്തവരുടെ മുമ്പിലേക്ക് ചർച്ചയാക്കാൻ എനിക്കിഷ്ടമില്ല. തോറ്റാലും തിരക്കടില്ല. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യത്തുൽ കുല്ലിയ്യ, ഈ ഒരു വലിയ തത്വത്തെ സമർത്ഥിക്കാൻ വേണ്ടി ഈ പരിശുദ്ധ വചനം ഓതിക്കൊണ്ട് ഞാൻ പ്രസംഗിച്ചിരുന്നു. പേരോട് എന്തുമാത്രം വിമർശിച്ചു, കളിയാക്കി. യഥാർത്ഥത്തിൽ സലഫികൾ പറയുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഈ തത്വം വഅലമു അന്ന ഫീക്കും റസൂലുള്ളാഹി, ഞാൻ ആ പ്രസംഗത്തിൽ അവതരിപ്പിച്ച തത്വം സൂഫികളായ പല ഇമാമുകളും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടില്ലേ? കക്കാട് ഫൈസ് പേച്ചുപോയി, ഷെയ്ഖ് മുഖ്താർ പേച്ചുപോയി ഈ പറഞ്ഞതിന്റെ പേരിൽ എന്ന് ആരോപിച്ചാൽ ഇനി എത്ര മശായിഖന്മാരുടെ സൂഫിയാക്കളുടെ കിതാബുകളെയും തത്വങ്ങളെയും നമ്മൾ എതിർക്കേണ്ടി വരും, കുഫ്രിയത്ത് ആരോപിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ കൂടി ആയത്തും ഹദീസും ചരിത്രവും പറഞ്ഞ് മറുപടി പറഞ്ഞ് വിശദീകരിച്ച് സ്ഥിരീകരിച്ചാൽ തസവ്വുഫിന്റെ ഇൽമിന്റെ കാര്യം ആ രൂപത്തിൽ പറയേണ്ടതല്ല. വിശദീകരിച്ച് ചർച്ച ചെയ്ത് മറുപടിക്ക് മറുപടിയും പറയേണ്ടതല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രസംഗത്തിലുള്ള ചില ഭാഗങ്ങൾ എത്ര തന്നെ പേരോട് എന്തൊക്കെ പറഞ്ഞാലും അനർഹമായ വേദികളിൽ ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തോറ്റു എന്ന് സമ്മതിക്കേണ്ടി വന്നാലും ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും ഇൽമ് എങ്ങനെ പറയണം, ആരോട് പറയണം, എത്ര വരെ പറയണം, എപ്പോൾ പറയണം എന്നതിനുള്ള ഒരു അച്ചടക്കമുണ്ട്. ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ ഈ ഭാഗം പോലുള്ള എത്രയോ വിഷയങ്ങൾ സൂഫികളുടെ ദർശനത്തിൽ ഉണ്ടാകും. അത് അതിൻ്റെതായ വിശകലനം നടത്തിയാൽ ഖുർആൻ സുന്നത്ത് തത്വത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരൊറ്റ പോയിന്റും സൂഫികളുടെ ചിന്തയിലും ദർശനത്തിലും ഇല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. കക്കാട് പറയുമ്പോഴേക്ക് കക്കാടിനെ മലർത്തി അടിക്കാൻ വേണ്ടി അത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുക. സലഫികളെ സന്തോഷിപ്പിക്കാൻ പറ്റും, കക്കാടിനെ കാഫറാക്കാനും ഇത്തരം പ്രസംഗങ്ങൾ പറ്റും. യാഥാർത്ഥ്യം അറിയുന്നവർ ആ വഴിക്ക് പോകണം. അതുകൊണ്ട് മേലിലും ഞാൻ പറയുന്നു, തസവ്വുഫിന്റെ സൂഫിയാക്കൾ പഠിപ്പിച്ച ദർശനങ്ങൾ അതിൽപ്പെട്ട പലതും പല രീതിയിലും ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രസംഗത്തിലും ദർസിലും ഒക്കെ മദീനത്തുൽ കിറാമിൽ പറയാറുണ്ട്. ആ ഭാഗം എടുത്തു ധരിച്ചുകൊണ്ട് കളിയാക്കാൻ പുറപ്പെട്ടാൽ, അതിനെപ്പറ്റി വിമർശിക്കാൻ ഒരുമ്പെട്ടാൽ ചിലപ്പോൾ മറുപടി പറയാതിരിക്കലാണ് പലപ്പോഴും ഖൈറ്. തോറ്റുപോയി കക്കാട് ഉത്തരം മുട്ടി എന്നാണ് വിശകലനമെങ്കിൽ അതിനും യാതൊരു വിരോധവുമില്ല. അബദ്ധങ്ങൾ വന്നതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും തയ്യാറുമല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്തിൽ നിന്നാണ് അംബിയാ മുർസലീങ്ങളെയും മറ്റു മുഅ്മിനീങ്ങളെയും എല്ലാവരെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്ന് സൂഫിയാക്കൾ പൊതുവെ പറയുന്ന തത്വമാണ്. അതിന് പരിശുദ്ധ ഖുർആനിൽ ഇശാറത്തുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതിന്, വഅലമു അന്ന ഫീക്കും റസൂലുള്ളാഹി ഓതിയതിന് എന്നെ അധിക്ഷേപിച്ച പേരോട് ശരിയായ വ്യാഖ്യാനങ്ങൾ പൂർവം ഇത് മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പവും ഇവിടെ ഒന്നുമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ നിഴലാണ് ഉള്ളാൾ തങ്ങൾ
അറബിയിലാണ് പ്രസംഗിക്കുന്നത് കേരളത്തിൽ നിന്ന്. വഹുവ ളില്ലുല്ലാഹി ഫിൽ ആലം. ഇത് പേരോട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? നല്ല വ്യാഖ്യാനം പറഞ്ഞാൽ ഇത് ഒപ്പിച്ചെടുക്കാൻ കഴിയും. AP ഉസ്താദ് ഈ പറഞ്ഞതിനൊക്കെ എന്താണാവോ ഇനി വിശകലനം വരിക? അല്ലെങ്കിൽ AP ഉസ്താദിനെയും അധിക്ഷേപിക്കാൻ ഈ പേരോട് തയ്യാറാകുമോ? إن هذه الجلسة جلسة مباركة من جهات مختلفة، أهمها وأجلها وأكرمها وأشرفها وأفضلها وأعلاها تكريم سماحة وفضيلة الشيخ تاج العلماء السيد عبد الرحمن البخاري حفظه الله ورعاه وطول عمره مع الصحة والعافية، وهو ظل الله في العالم، وهو ظل الله في العالم، ظل المؤمنين في الأرض، ملجأ المتعلمين والعلماء. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ ലോകത്ത് അള്ളാഹുവിന്റെ നിഴലാണ് ളില്ലുല്ലാഹി എന്ന് പറഞ്ഞതിനെ കുറിച്ച് പേരോട് അധിക്ഷേപിക്കുമോ അതല്ല നല്ല വ്യാഖ്യാനം പറയുമോ എന്നെനിക്കറിയില്ല. എന്ത് വിശകലനമാണാവോ ഷാഫി സഖാഫിയെ കുറിച്ചും അങ്ങനെ തന്നെയാണ് കാര്യം. ഷാഫി സഖാഫി മുണ്ടമ്പ്ര ഈ പറഞ്ഞതിനെ കുറിച്ച് തന്നെ ഇനി എന്തായിരിക്കും വിശകലനം വരിക എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ശരീരത്തിന് അതിൻ്റെതായ ഒരു അച്ചടക്കമുണ്ട്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും പവർ. ഇനിയിപ്പോ തൊടുമ്പോഴൊക്കെ എന്താക്കണോ, രണ്ടാളും ഒരേ പവറിലുള്ളതാവണോ, മാറ്റ് പരിശോധിക്കണം എല്ലാവർക്കും. അതൊക്കെയാണോ യഥാർത്ഥത്തിൽ ആ സ്ത്രീ പുരുഷ സമ്പർക്കത്തെ കുറിച്ചൊക്കെ തത്വമുണ്ട്. മശായിഖുമാരുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താ? അവര് ഹദറത്ത് ഷുഹൂദിലാണ്. അവരുടെ വ്യക്തിത്വ ഭാവം തന്നെ അങ്ങനെയാണ്. അത് ഹത്തായ ശൈഖ് ആരായാലും അവർക്കൊക്കെ ബാധകമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അൽ ഇബ്രീസിലുണ്ട്. ഖാല റളിയല്ലാഹു അൻഹു, ഹാഫിദ് അഹ്മദ് ഇബ്നുൽ മുബാറക് ഉദ്ധരിക്കുകയാണ്, വഖദ് യബ്ലുഗുൽ വലിയ്യു ഇലാ ഹാലത്തിൻ യസ്തവി ഫീ നദ്രിഹി മഹല്ലു ശഹവതി വഗൈറുഹു. ഒരു വലിയ മഫ്തൂഹ് അലൈഹി ആ വലിയ അദ്ദേഹത്തിന്റെ ഹാല് മാറും. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ഷഹ്വത്തിന്റെ സ്ഥാനവും മറ്റ് ഏതെങ്കിലും സ്ഥലവും സ്ഥാനവും ഒക്കെ ഒരുപോലെ ഇരിക്കും. അത്തരം ഒരു ഹാല് ഹത്താ യകൂന ഫർജുൽ ഉൻസ വഹാദൽ ഹജറു യുഷീറു ഇലാ ഹജറിൻ ബൈന യദൈഹി. ഈ കല്ലും ഒരു ഉൻസയുടെ ഫർജും ഒരുപോലെ ആയിട്ടാണ് അവർക്ക് കാണുക. അവര് അതിലൊന്നും ഷഹ്വത്തും ഉൽമാനിയത്തും കാണൂല. അത്തരം ഒരു മഖാമും വ്യക്തിത്വവും ഉണ്ട്. ബി മസാബത്തി വാഹിദ, അതൊക്കെ ഒരുപോലെ ആയി തീരുന്ന ഒരു മഖാമ്. വഹുവ ഇന്നമാ യൻദുറുഹു ബിനൂരില്ലാഹി അല്ലദീ ലാ യഹ്വുറുഹു ശൈത്വാനുൻ വലാ യകൂനു മഅഹു വലാമുൻ അബദാ. ഇബ്രീസിൽ പറഞ്ഞിട്ടുണ്ട്, വലാമില്ലാത്ത ഷഹ്വത്തിന്റെ മഖാം അല്ല അത്. അത് ഹദറത്ത് ഷുഹൂദിലാണ്. അപ്പൊ ഇങ്ങനത്തെ മഹാന്മാരുടെ അത്തരം പ്രവർത്തനങ്ങളെയും നമ്മൾ എണ്ണേണ്ടതും കണക്കാക്കേണ്ടതും എങ്ങനെയാണ്? നമ്മൾ എണ്ണേണ്ടതും കണക്കാക്കേണ്ടതും അവരുടെ വ്യക്തിത്വ ഭാവത്തെ അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് കരുതിയിട്ട് ശരീഅത്തിനൊരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിന് എതിരായി വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വന്നാൽ, മുറബ്ബിയായ മശായിഖുമാർ എന്നൊക്കെ പറയുന്നവരിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരീഅത്തിന്റെ അഹ്ലുകാർ അങ്ങനെയാണ് കാണേണ്ടത്. എന്തിനാണ് അധികം പറയണത്? എന്നാ ഈ തൊട്ടു തടവി പിടിച്ചു കക്കാടിന്റെ ശൈഖിനെ പറ്റി അങ്ങനെയൊന്നും പരാതിയില്ലല്ലോ. ചോദിച്ച് വീർപ്പ് മുട്ടിച്ചപ്പോൾ കൈരളി പറഞ്ഞ ഒരു വാക്കേ ഉള്ളൂ. പേരോട് പറയുന്നു ഷെയ്ഖ് പിടിച്ചു, കൈരളി പറയുന്നു എന്റെ ഭാര്യ പിടിച്ചു. എന്നാ പേരോട് അതിന്റെ മുമ്പൊന്ന് കാണേണ്ടിയിരുന്നു. ഇതിന് ജനങ്ങൾ ചോദിക്കോലോ, പേരോടിന്റെ ശിഷ്യന്മാർ ചോദിക്കോലോ ഒരു ചോദ്യം. എന്ത്? ഇതാ പേരോടിന്റെ ഷെയ്ഖിന്റെ മൗലിദാണിത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഷെയ്ഖു തഅലീം ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി. പുല്ലൂക്കര ഉസ്താദ് 8 വർഷം തെറ്റോന്നറിയില്ല, പേരോട് അദ്ദേഹത്തിനെടുത്ത ഓതിയത്. ആ ഓതിയ ആ മനുഷ്യനൊരു ഷെയ്ഖുണ്ട്, മുറബ്ബിയായ ഷെയ്ഖാണെന്ന് താൻ വിശ്വസിക്കുന്ന ആ ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ മൗലിദ് കിതാബാണിത്. ഇതില് തൊട്ടതുണ്ടല്ലോ. എന്നാ എന്തേ പേരോട് തന്റെ ഉസ്താദിനെ ചോദ്യം ചെയ്തില്ല? തന്റെ ഉസ്താദിന്റെ